സഞ്ജയ് ഗാന്ധി, മാധവറാവു സിദ്ധ്യ, വൈഎസ് രാജശേഖര റെഡ്ഡി, വിജയ് രൂപാണി. വിമാന ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ഉന്നത നേതാക്കന്മാരുടെ എണ്ണം ഒട്ടേറെയുണ്ട് ഇന്ത്യയിൽ. അതിലേക്കാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ പേരുകൂടി പുതുതായി എഴുതി ചേർക്കുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കവെയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണ് കത്തിയമർന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിലാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിക്ക് ജീവൻ നഷ്ടമാകുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനത്തിലെ 242 യാത്രക്കാരിൽ ഒരാളായിരുന്നു രൂപാണി. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധിക്ക് ജീവൻ നഷ്ടമാകുന്നതും ഒരു വിമാനാപകടത്തിലാണ്. 1980 ജൂൺ 23 സ്വന്തമായി പറത്തിയ വിമാനം തകർന്നു വീണാണ് സഞ്ജയ് മരണപ്പെടുന്നത്. സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം ഡൽഹി ഫ്ലൈയിംഗ് ക്ലബ് വിമാനത്തിൽ അഭ്യാസ പ്രകടനത്തിന് ശ്രമിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുവിമാനം തകർന്നു വീണത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സിവിൽ വ്യോമയാന മന്ത്രിയുമായിരുന്ന മാധവറാവു സിദ്ധ്യ 2001 സെപ്റ്റംബർ 30 കാൺപൂരിൽ ഒരു രാഷ്ട്രീയ റാലിക്ക് പോകുന്നതിനിടെയുണ്ടായ വിമാനാപകടത്തിലാണ് മരണപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മണിപ്പൂരിക്ക് സമീപം മോശം കാലാവസ്ഥയെ തുടർന്ന് 10 സീറ്റുള്ള സ്വകാര്യ വിമാനം തകർന്നു വീഴുകയായിരുന്നു. നിലവിലെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യയുടെ പിതാവാണ് മാധവറാവു സിദ്ധ്യ. 2009 സെപ്റ്റംബർ 2 മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈഎസ് രാജശേഖര റെഡ്ഡി സഞ്ചരിച്ചിരുന്ന ബെൽ 430 ഹെലികോപ്റ്റർ നല്ലമല വനമേഖലയിൽ വെച്ച് കാണാതാവുന്നത്. പിന്നീട് അത് തകർന്നു വീണതായും റെഡ്ഡി ഉൾപ്പെടെ 5 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കവെയായിരുന്നു വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ വിയോഗം. 2011 ഏപ്രിൽ 30 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐയുടെ നേതാവും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന ദോർജി ഗഡ്ഡു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതാവുന്നത്. പിന്നീട് 5 ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. തവാങ്ങിൽ നിന്ന് അരുണാചൽ തലസ്ഥാനമായ ഇറ്റാനഗറിലേക്ക് പോകവെയാണ് കമേങ് ജില്ലയിൽ വെച്ച് ഗഡ്ഡു സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണത്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാംഗവുമായിരുന്ന ദേവകി ഗോപിദാസും വിമാനാപകടത്തിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. 1973 മെയ് 31 തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് 737 ബോയിംഗ് വിമാനം രാത്രി 10 മണിക്ക് പാലം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കവേ 5 കിലോമീറ്റർ അകലെ ആകാശമധ്യത്തിൽ വെച്ച് തീ പിടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. ലോക്സഭാ സ്പീക്കറും DDP നേതാവുമായിരുന്ന GMC ബാലയോഗി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കൈക്കാലൂരിന് സമീപത്തുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിക്കുന്നത്. 2002 മാർച്ച് 3 സംഭവം. കിഴക്കൻ ഗോദാവരി ജില്ലയിലെ ഭീമാവാരത്ത് ഒരു മതസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ട്രെയിനിൽ സെക്കന്ദരാബാദിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച അദ്ദേഹം അവസാന നിമിഷം വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. മേഘാലയയുടെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്ന C സാഗ്മ 2004 സെപ്റ്റംബർ 22 ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. പവൻ ഹംസ് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ കൂടാതെ വേറെ 9 പേർ കൂടി ഉണ്ടായിരുന്നു. ഗുവാഹത്തിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്കുള്ള യാത്രക്കിടെ ബാരാപാനി തടാകത്തിന് സമീപമാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് വ്യവസായിയും ഹരിയാന മന്ത്രിയുമായ ഓം പ്രകാശ് ജിൻഡാൽ മരിക്കുന്നത്. മറ്റൊരു മന്ത്രി സുരേന്ദർ സിംഗും അപകടത്തിൽ മരിച്ചു.